പറയാനുള്ളത് കഷായം ഗ്രീഷ്മയെക്കുറിച്ചാണ്. ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ വിധി വന്നിട്ടുള്ളത്. വിധി വന്നത് വധശിക്ഷക്കാണ് വിധിച്ചിട്ടുള്ളത്. അത് വളരെ അപൂർവമായിട്ടാണ് വധശിക്ഷക്കൊക്കെ വിധിക്കാറുള്ളത്. പക്ഷെ ഇവിടെ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് എങ്ങനെ വരുന്നത് നമുക്ക് അറിയില്ല. പൊതുവെ നടപ്പിലാക്കാൻ കുറെ 40ഓളം കേസുകൾ ഓൾറെഡി കേരളത്തിൽ നടപ്പിലാക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു വിധി എന്താണ്, എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? ഒരു വധശിക്ഷ ഉണ്ടോ, വധശിക്ഷ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു അഭിപ്രായം പറയാനാണ് ഇന്നത്തെ വീഡിയോ. വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന 24 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വധശിക്ഷയുടെ ആവശ്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ, ജ്യൂസിൽ എന്തോ ഉണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ 11 ദിവസം ആശുപത്രിയിൽ കടന്നു. ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടയിലും ഷാരോൺ വിളിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം, ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്, ഇത് ഗ്രീഷ്മേന് ചെയ്തിട്ടില്ലെന്ന് ഷാരോണ് മനസ്സിലായ സമയത്ത് ഷാരോൺ ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ മരിക്കുമെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഷാരോൺ ആ കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോ ആ ഷാരോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി അനുഭവിച്ചിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ആലോചിക്കുമ്പോൾ ഗ്രീഷ്മ ഒരു തെറ്റുപറ്റി, വേണമെങ്കിൽ അതൊന്ന് ഒഴിവാക്കി വിടാമായിരുന്നു പറയുന്ന ആളുകളുണ്ട്. ചിന്തിക്കാം. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അതേപോലെ ചെറിയൊരു യുവാവാണ് അപ്പുറത്ത് മരിച്ചത്. ജീവനാണ്. അത് പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ ആണെങ്കിലും അല്ലെ, ചെറിയ ഉറുമ്പാണെങ്കിലും ജീവനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചും വധശിക്ഷ വിധിച്ചാലും തെറ്റില്ല എന്നേ പറഞ്ഞു. പക്ഷെ വധശിക്ഷ കൊടുക്കാതെ ജീവപര്യന്തം കൊടുത്താൽ അതിന് ഞാൻ തെറ്റു പറയുന്നൊന്നുമില്ല. മാനസികമായിട്ടുള്ള തന്നെയാണ് അത് കൊടുക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷയും അവിടെ ഒന്നും ആവില്ല. കാരണം ഇവിടെ ഒരു പ്രണയം എന്ന് പറയുന്നത് അത്രയും പ്യുവറായിട്ടാണ് ഈ പറയുന്ന ഷാരോൺ കണ്ടിട്ടുള്ളത്. അത് അത്രയും ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു പ്ലാൻഡ് ആയിട്ട് കഷായത്തിൽ ഒരു എന്താ വിഷം കറക്റ്റ് അറിയില്ല, വിഷം കലക്കി കൊടുത്തിട്ട് 11 ദിവസം ആന്തരിക അവയവങ്ങൾ ഓരോന്നായി മരിച്ചിട്ടാണ് മരിച്ചത്. അതായത് ഘട്ടമായിട്ട് ഒറ്റടിക്ക് മരിച്ചേക്കല്ല, ഘട്ടമായിട്ട് 11 ദിവസം പച്ച വെള്ളം കുടിക്കാൻ പോലും പറ്റാതെ നരകിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പൊ അവൻ അനുഭവിച്ചിട്ടുള്ള ഫിസിക്കൽ പെയിൻ ആൻഡ് മെന്റൽ പെയിൻ, അവന്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള മെന്റൽ പെയിൻ, ഇതിനൊക്കെ ഉത്തരം ആര് പറയും? ഇതിപ്പോ ഗ്രീഷ്മനെ തൂക്കിക്കൊന്നു വെച്ചിട്ട് അത് ഇതിന് മറുപടി ആവുന്നില്ല. പക്ഷെ നീതി നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് ആണ്. അവിടെയാണ് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിപ്പോ കുറെ കാലമായിട്ട് നമ്മൾ ഒരുപാട് മരണങ്ങൾ കേട്ടു. ഇപ്പോ സ്ത്രീകൾ കാരണവും പ്രണയത്തിന്റെ പേരിലും, അതല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ തിരിച്ചു മറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രണയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആളെ വേറെ പ്രണയം ഉണ്ടായതിന്റെ പേരിൽ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അതായത് ആദ്യം ഒരു ബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ മറ്റൊരു പ്രണയം ഉണ്ട്, അത് എന്താ പറയാ നേടിയെടുക്കാൻ വേണ്ടി ഇപ്പൊ നിലവിൽ ആളെ കൊല്ലുക, അത് ജീവൻ കളയുക, എന്നാൽ പിന്നെ ചോദിക്കാൻ പറ്റില്ല എന്നുള്ള മൈൻഡ്, ആ മെന്റാലിറ്റിയിലുള്ള ഒരുപാട് കേസുകൾ ഇതിന്റെ ഇടയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരക്കാർക്ക് ഇതൊരു മെസ്സേജ് ആണ്. അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി, അതിനുള്ള ഒരു ധൈര്യം അവരും കാണിക്കാതിരിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് എന്ന രീതിയിൽ ഇതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള തീരുമാനം വധശിക്ഷ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സാധാരണ നമ്മൾ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത്, ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് ജീവപര്യന്തം അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തമാണ് പൊതുവെ വിധി വന്നിട്ടുള്ളത് കൂടുതലായിട്ടും. പക്ഷെ ഇവിടെ കോടതി ജഡ്ജി പറഞ്ഞിട്ടുള്ള വിധി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ട്, ബ്രൂട്ടൽ ആൻഡ് ബ്രില്യന്റ് എന്ന് പറഞ്ഞാൽ. ബ്രില്യന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ബ്രൂട്ടൽ ആയിട്ട് കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്. അറിയാതെ കൊലപാതകം ചെയ്തതോ അബദ്ധത്തിൽ ചെയ്തതോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഇമോഷന്റെ പുറത്ത് ചെയ്തതൊന്നല്ല. ബ്രൂട്ടൽ ആൻഡ് ബ്രില്യന്റ്, പ്ലാൻ ചെയ്ത സാധനം. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം. നമ്മൾ അറിയാതെ കൊല്ലുന്നതും അത് പ്രത്യേക ഒരു സമയത്ത് അതൊക്കെ കോടതി പരിഗണിക്കും. അപ്പം കൊല്ലാനുള്ള കാരണം, മോട്ടീവ് ഒക്കെ നോക്കിയിട്ടാണ് വിധി പ്രഖ്യാപിക്കുക. അപ്പൊ ഇവിടെ എല്ലാ തരത്തിലും, ഏത് തരത്തിൽ നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും വധശിക്ഷ തന്നെയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി അർഹിക്കുന്നത്. കോടതി പറഞ്ഞത് ഈ വയസ്സോ ഈ പ്രായമോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയോ ഒന്നും തന്നെ അവിടെ പരിഗണിക്കപ്പെടുന്നതല്ല. അവിടെ മരിച്ചിട്ടുള്ളത് ഇതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരനാണ്. അത് കൊന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്താ പറയാ,
ഇഞ്ചിഞ്ചായി കൊല്ലാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഒറ്റയടിക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തോന്നണതാ. പക്ഷെ പിന്നീട് മാറിയേക്കാം. അത് ആ ദേഷ്യത്തിൽ ചില മനുഷ്യനാണ്, മാനസികമായിട്ടുള്ള അങ്ങനെ വലിയ കയറ്റങ്ങൾ ഇറക്കങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമ്പോൾ പെട്ടെന്നുള്ള ഇതിൽ ചെയ്ത് അങ്ങനെയല്ല. ഇത് ഈ പ്ലാൻ ചെയ്ത് പറയുമ്പോഴേ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് അപ്പൊ ദിവസങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്, സമയം കിട്ടുന്നുണ്ട്, മനസ്സ് മാറ്റാമായിരുന്നു, ഇതൊന്നുമില്ല, കൊല്ലണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതും സ്നേഹത്തോടെ ജ്യൂസ് കൊടുത്തിട്ട്. അതെ, ഇവിടെ പിന്നെ ഈ വിഷം കൊടുത്തതിന് ശേഷം ഗ്രീഷ്മയുടെ ബിഹേവിയറും ഷാരോണിന്റെ ബിഹേവിയറും അത് രണ്ടും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതായത് വിഷം കൊടുത്തതിന് ശേഷം ഗ്രീഷ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം ഗ്രീഷ്മക്ക് ഒരു അബദ്ധം പറ്റിയതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മനോവിഷമമോ ഒരു കുറ്റബോധമോ ഉണ്ടായിട്ടില്ല. മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷാരോൺ ഇതിനെ തിരിച്ചു കണ്ടിട്ടുള്ളത് അപ്പോഴും ഈ ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഇതൊരു രീതിയിലും അവളെ ബാധിക്കരുത്, അല്ലെങ്കിൽ അവളുടെ പേര് പറയാതെ മാക്സിമം അവൻ ചെയ്തു. അപ്പോഴും അവൻ അവിടെ അവന്റെ സ്നേഹത്തിനും സ്നേഹിച്ച വ്യക്തിക്കും വില കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ വിധി വന്നിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും ഗ്രീഷ്മയ്ക്ക് ഇനി മേൽക്കോടതിയിൽ പോകാനും മറ്റേ ഹർജി കൊടുക്കാനും സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള അവകാശമുണ്ട്. ഭരണഘടന അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അത് എങ്ങനെ പോയാലും ഇതിനപ്പുറത്തേക്ക് ഒരു വിധി വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഇവിടെ ഈ ജീവപര്യന്തം കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെറും പ്രഹസനം മാത്രമായിട്ട് മാറി. പിന്നെ പരോളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരോളിന് വരുന്നതും പിന്നെ മാത്രമല്ല അത് ആളുകൾക്ക് അത് കണ്ട് ഇവർക്ക് ഇത് ഇത്ര ഉള്ളൂ എന്നുള്ളൊരു ബോധത്തിലേക്ക് വരും. പിന്നെ അവർക്ക് ഇത് വിഷയമല്ല, അവരൊന്നും ചെയ്യാത്ത രീതിയിൽ പിന്നെ ഒരു ഇറങ്ങി നടക്കണ ഒരു നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഓരോ ആളുകൾ ഗൾഫിൽ പോയി വരുന്ന പോലെ അല്ലേ, അത് വെളുത്ത് തുടിച്ച് കവളൊക്കെ ചാടി നല്ല രസമായിട്ടാണ് വരുന്നത്. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്ന ഒരു പിക്നിക്കിന് പോയി വരുന്ന പോലത്തെ ഒരു മെന്റാലിറ്റി ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ എന്തായാലും കോടതി എടുത്തിട്ടുള്ള തീരുമാനം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വളരെ ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേരള പോലീസ് വരെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കോടതി വരെ പ്രശംസിച്ചിട്ടുണ്ട്. കൃത്യമായ സാഹചര്യ തെളിവുകൾ കൊടുത്തിട്ട് കൃത്യമായി പ്രോസിക്യൂട്ടർ തെളിവ് കോടതിയിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു ഡിസിഷനിൽ എത്താൻ പറ്റുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കൃത്യമായും വ്യക്തമായിട്ടും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു പ്രശംസയും വന്നിട്ടുണ്ട്. ഇത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തുടക്കത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പോലീസിനെതിരെ. അതായത് ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ ചിരിച്ചിട്ടാണ്, അല്ലെങ്കിൽ സാധാ പ്രതികളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് എന്നുള്ള വലിയ വിമർശനം ആ സമയത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേ പോലീസ് തന്നെയാണ് ഇപ്പൊ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ തെളിവുകൾ അവതരിപ്പിച്ച് ഈ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും ഈ ശിക്ഷ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നടപ്പാക്കുക. പക്ഷെ ഇതെന്ന് നടപ്പാക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 40-ലധികം വധശിക്ഷകൾ വിധി വന്നിട്ട് വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ജയിലിൽ കഴിയുന്ന 40ഓളം പേര് ഇപ്പൊ കേരളത്തിലെ ജയിലുകളിലുണ്ട്. അപ്പൊ പ്രയോറിറ്റി ഒരു പക്ഷെ ആദ്യം വിധിച്ചത് നടത്തിയതിനു ശേഷമാണോ ഇന്ന് നടത്തുക, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. ഇത് എന്ന് നടപ്പാക്കുമെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇതിൽ തീരുമാനമാകുന്നത് വരെ പുറം ലോകം കാണാത്ത രീതിയിൽ മണിച്ചിത്രത്തായിട്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം തന്നെയാണ്. അതിലൊരു തർക്കമല്ല. ഒരു സ്ത്രീയെ കൊലപാതകം കെട്ടി തൂക്കാന്നൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കുമ്പോ ഒരു ജീവൻ പോകാനുള്ള അങ്ങനെ ഒരു പ്രസക്തിയേ ഇല്ല ഇതിലുള്ള. എനിക്ക് എന്നെ വെച്ച് സന്തോഷം എന്നുള്ളതല്ല, ഒരു ജീവനാണല്ലോ എന്നുള്ളത്. പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോ അത് കിട്ടേണ്ടതാണ്. ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻസും ആളുകൾ മനസ്സിലാക്കണം. അതുകൂടി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.